പരിശുദ്ധമാക്കപ്പെട്ട ഉംറയിലോട്ട് അൽഹംദുലില്ലാഹ് പോകുവാൻ സാധിച്ചു. അതിന്റെ ചെറിയൊരു യാത്രാ വിവരണം ഒന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഇവിടെ ലൈവ് വരുന്ന സമയത്ത് മൈക്ക് റിലീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. 2012 ജനുവരി 27 ഇന്നാണ് ഉംറ ക്ലാസ് ഉള്ളത്. പരിശുദ്ധ ഉംറയെക്കുറിച്ച് വിശദമായ ക്ലാസ് പ്രസ്തുത ഉംറ ഗ്രൂപ്പായ ICF സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കായി കാലത്ത് തന്നെ പുറപ്പെടണം. ഞാൻ തൊഴിൽ ചെയ്യുന്ന കുവൈത്തിൽപ്പെട്ട മുബാറക്കൽ കബീറിൽ നിന്നും ക്ലാസ് നടക്കുന്ന സാൽമിയിലേക്കായി യാത്ര പുറപ്പെട്ടു. കുറെ നാളായുള്ള മനസ്സിലെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥനയും മറ്റു സുഹൃത്തുക്കളുടെ പ്രാർത്ഥനാഫലവുമായിട്ടാണ് ആ ഭാഗ്യം വന്നിരിക്കുന്നത്. കുവൈത്തിൽ തൊഴിൽ തേടിയെത്തിയ എനിക്ക് ഉംറയ്ക്കുള്ള സമ്മതം കഫീൽ തന്നപ്പോൾ തന്നെ കുവൈത്ത് ICFന്റെ കീഴിൽ പോകുവാൻ തീരുമാനിക്കുകയായിരുന്നു. അറിയിച്ച സമയത്ത് തന്നെ ക്ലാസ്സിലേക്ക് എത്തിപ്പെട്ടു. നിസ്കാരവും നോമ്പും മറ്റു ഇബാദത്തുകളും എല്ലാം പഠിച്ചതുപോലെ പ്രാവർത്തികമാക്കാമെങ്കിലും ഉംറയും ഹജ്ജും വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത എനിക്ക് ആ ക്ലാസ് ഏറെ ഉപകാരപ്രദമായി. കുവൈത്ത് ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നു. ഉമറാക്കളും ഹാജിമാരും അള്ളാഹുവിന്റെ അതിഥികളാണ്. അതിഥി ആതിഥേയന് സമ്മാനം കൊണ്ടുപോയാൽ അത് വളരെ സന്തോഷപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഖുർആനും സ്വലാത്തും വർദ്ധിപ്പിക്കുക. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തും പരിശുദ്ധമാക്കപ്പെട്ട മക്കാഗേഹത്തിലേക്ക് ഖുർആനും സമ്മാനമായി കൊടുക്കുക എന്നുള്ള ഉപദേശങ്ങൾ ദാരിമി ഉസ്താദ് അവറുകൾ ക്ലാസ്സിൽ നമുക്ക് തന്നു. പിന്നീട് ഉംറയെക്കുറിച്ച് വിശദമായി തന്നെ അഹമ്മദ് കുട്ടി സക്കാഫി കാവന്നൂർ ഉസ്താദ് അവറുകൾ ക്ലാസ് എടുത്തു തന്നു. അൽഹംദുലില്ലാഹ് ക്ലാസ് കഴിഞ്ഞതോടുകൂടി ഉംറയെക്കുറിച്ചുള്ള ഭയം എനിക്ക് മാറിക്കിട്ടി. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. ഫെബ്രുവരി 1 ഉംറയ്ക്കായി പുറപ്പെടുന്ന ദിവസം മഗ്‌രിബ് നിസ്കാരത്തിനായി ICF ഓഫീസ് പരിസരത്തുള്ള പള്ളിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇശാ നിസ്കാരത്തിനു ശേഷം എല്ലാവരെയും ചേർത്ത് വിളിച്ച് നിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ ഒരു ചെറിയ ദുഃഖവാർത്ത ദാരിമി ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു. കുവൈത്തിൽ നിന്ന് ഉംറയ്ക്ക് പുറപ്പെടുന്നവരിൽ കാദിം വിസക്കാർ, അതായത് സ്പോൺസറിന്റെ കീഴിൽ പണിയെടുക്കുന്നവർ, സ്പോൺസറിന്റെ സമ്മതപത്രം ഇല്ലാതെ ബോർഡർ കടക്കുവാൻ പ്രയാസമാണ് എന്ന നിയമം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. ആ വിവരം 4 മണിക്ക് അറിഞ്ഞിട്ടുള്ളൂ. ഞാനടക്കം 20ഓളം ആളുകൾ കാദിവിസക്കാരാണ്. നിയമപ്രകാരം ആർക്കെങ്കിലും യാത്ര തുടരാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിർത്തിയിൽ നിന്നും തിരിച്ചു പോരേണ്ടി വരും. അല്ലെങ്കിൽ സ്പോൺസറുടെ സമ്മതപത്രം വേണ്ടിവരും. അത് ഈ വൈകിയ വേളയിൽ സാധ്യമല്ല. തവക്കൽതു അലല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആദ്യം പോകുന്നത് മദീനയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 മദീനയിൽ ഒരുമിച്ച് കൂടാം എന്ന വാചകം എല്ലാവർക്കും പ്രചോദനമായി. അങ്ങനെ 2 ബസ്സുകളിലായി 75ഓളം ആളുകളുമായി യാത്ര തുടങ്ങി. മുസ്തഫ സക്കാഫി ഒറ്റപ്പാലം, യൂസഫ് ബാക്കവി വളാഞ്ചേരി എന്നിവരായിരുന്നു അമീറുമാർ. ഞാൻ ഉൾപ്പെട്ട ബസ് നമ്പർ 2-ൽ 4 പാകിസ്ഥാൻ ഫാമിലിയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും 25ഓളം വരുന്ന മലയാളികളുമുണ്ട്. അമീർ യൂസഫ് ബാക്കഫി ഉസ്താദ് അവറുകൾ മങ്കൂസ് മൗലൂദും ദിക്റുകളും സ്വലാത്തുകൾക്കും നേതൃത്വം നൽകി. രാത്രി 11 മണിയോടുകൂടി കുവൈത്ത് സൗദി അതിർത്തിയായ അൽ സാൽമിയിൽ എത്തി. അവിടെ ഒരുപാട് ബസ്സുകൾ ചെക്കിങ്ങിനായി കാത്തുകിടക്കുന്നു. ചെക്കിംഗ് കഴിഞ്ഞ് കുവൈത്ത് കടക്കാൻ എത്ര സമയം ആവുമെന്ന് ആർക്കും അറിയില്ല. അല്ലാഹു അഅലം. സ്ഥിരമായി പോകാറുള്ള ഡ്രൈവർ ആയതിനാൽ അദ്ദേഹം നേരെ ഓഫീസിൽ ചെന്ന് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ചെക്കിങ്ങിന് കൗണ്ടറിലേക്ക് സമ്മതവും കിട്ടി. എന്തു സംഭവിക്കും എന്ന ഭയത്തോടെ വിഷമത്തോടെ കൗണ്ടറിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ രാത്രി 12 മണിക്ക് ഡ്യൂട്ടി സമയം മാറുന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബസ് നമ്പർ 2-ലെ എല്ലാവർക്കും പാസ്പോർട്ട് സീൽ ചെയ്തു തന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എന്നാൽ ബസ് നമ്പർ 1-ലെ യാത്രക്കാർ അടുത്ത ഷിഫ്റ്റിൽ ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഖാദിം വിസക്കാർക്ക് നിയമം ബാധകമായി എന്ന് പറഞ്ഞ് സീൽ ചെയ്ത് കൊടുത്തില്ല. ഞങ്ങൾ സൗദിയുടെ ബോർഡറിൽ രാത്രി 12 മണിയോടെ തന്നെ എത്തി. അവിടെ എല്ലാവരെയും വിവരങ്ങൾ ശേഖരിക്കാനായി ഒരുപാട് സമയം വേണം. മറ്റുള്ളവരുടെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാകാനായി എല്ലാവരും ദുആ ചെയ്തു. അതിലാണെങ്കിൽ 15ഓളം പേരും ഖാദിം വിസക്കാരാണ് താനും. പുലർച്ചെ 8 മണി ആയിട്ടും ഞങ്ങൾക്ക് ബോർഡർ കടക്കാൻ കഴിഞ്ഞില്ല. വിശാലമായി കിടക്കുന്ന മരുഭൂമിയിലൂടെ വീശി അടിക്കുന്ന തണുത്ത കാറ്റ് എല്ലാവരെയും ക്ഷീണിതനാക്കി. മുൻകൂട്ടി അറിയിച്ച പ്രകാരം എല്ലാവരും ഭക്ഷണം കരുതിയെങ്കിലും
വെള്ളത്തിന്റെ ദൗർബല്യം ഏറെ പ്രയാസമാക്കി. 9 മണിയോടുകൂടി ഞങ്ങൾ ബോർഡറിൽ നിന്നും സൗദിയിലേക്ക് യാത്രയായി. ഞങ്ങളുടെ കൂടെയുള്ള ഒന്നാമത്തെ ബസ് അപ്പോഴും കുവൈത്ത് ബോർഡർ കടന്നിട്ടില്ല. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന മരുഭൂമി, അതിനെ വിഭജിച്ചു പോകുന്ന റോഡ്, മണിക്കൂറുകൾ യാത്ര ചെയ്ത് 11 മണിയോടുകൂടെയാണ് പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത്. ഏവർക്കും വിശപ്പിനേക്കാൾ ഏറെ ഒപ്പമുള്ളവർ വരാത്തതിലുള്ള വിഷമം പ്രകടമായിരുന്നു. ഭക്ഷണവും മറ്റും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ജംഉം കസറുമായി നിസ്കാരങ്ങൾ നിർവഹിച്ച് 5 മണിയോടുകൂടി വാഹനം നിർത്തി. ആർക്കും യാത്രാ ക്ഷീണമില്ല. എല്ലാവരും ദിക്റും സ്വലാത്തുമായി ഏറെ ഉത്സാഹത്തിലാണ്. അതിനിടയ്ക്ക് പരസ്പരം പരിചയപ്പെടാനുള്ള അവസരം അമീർ തന്നു. എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായി. അതിനിടയ്ക്ക് പഴങ്ങളും ബിസ്ക്കറ്റുകളും ഈന്തപ്പഴങ്ങളുമായി പരസ്പരം സ്നേഹം പങ്കുവെച്ചു. ഇനി നമ്മൾ ഏകദേശം രാത്രി 11 മണിയോടുകൂടി മദീനയിൽ എത്തിച്ചേരുമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പോഴാണ് കൂടെയുള്ള ബസ് കുവൈത്ത് ബോർഡർ കടന്നിട്ടുള്ളൂ. എല്ലാവർക്കും യാത്രയ്ക്ക് അവസരം ലഭിച്ചു എന്ന സന്തോഷ വാർത്തയും ഞങ്ങൾക്ക് ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ഫെബ്രുവരി 2 രാത്രി 11:15 മദീന പട്ടണത്തിലെത്തി. ഖുറൈശി സമൂഹത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലായനം ചെയ്തപ്പോൾ സ്വീകരിച്ച് അഭയം നൽകിയ അൻസാരികളുടെ നാട്. നിശബ്ദമായ അന്തരീക്ഷം, കണ്ണും മനസ്സും കുളിർമ നൽകുന്ന പുണ്യമദീന. എല്ലാവരും റൂമിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞതിനു ശേഷം മസ്ജിദ് നബവിയിലേക്ക് പോകാം എന്ന് അമീർ പറഞ്ഞു. ഉറക്കങ്ങൾക്ക് വിട നൽകി ക്ഷീണങ്ങളെ തോൽപ്പിച്ച് ഞങ്ങളെല്ലാവരും കുളിച്ച് തയ്യാറായി പുലർച്ചെ 3 മണിയോടുകൂടി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് യാത്രയായി. ഓരോ കാൽച്ചുവടും ശബ്ദമില്ലാത്തതാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദൂതരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് എത്തുംതോറും മനസ്സിന്റെ സന്തോഷം തേങ്ങലായി കണ്ണുനീരായി പെയ്തിറങ്ങി. മസ്ജിദ് നബവിയിൽ 2 റക്അത്ത് നിസ്കരിച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലി റൗള ഷരീഫ് ലക്ഷ്യമാക്കി നടന്നു. വെള്ളിയാഴ്ച കൂടി ആയതിനാൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അതിനിടയിലൂടെ റൗള ഷരീഫിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ പ്രയാസമാണ്. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ തിരക്ക് നിയന്ത്രിക്കാൻ അതിർത്തി കെട്ടിമറച്ചിരിക്കുന്നു. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള തൂണുകളും ഓരോ തൂണിനുമുള്ള പ്രത്യേകതയും ഓർമ്മയിൽ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഖുത്ബ നിർവഹിച്ച മിമ്പറും റൗള ഷരീഫും കണ്ടുവെങ്കിലും അവിടേക്ക് പ്രവേശിക്കൽ ഇപ്പോൾ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ സുബഹി നിസ്കാരത്തിനായി ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടി അവിടെ ഇരുന്നു. പ്രസ്തുത സുബഹി നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർക്ക് മൈക്ക് റിലീസ് ചെയ്യണോ? മൈക്ക് റിലീസ് ചെയ്യണമെങ്കിൽ പറയണേ, PM ചെയ്യണേ. ഓക്കെ, തുടരുന്നുണ്ട്. പ്രസ്തുത സുബഹി നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർക്കും സ്വലാം ചൊല്ലി ബാബ് ബഖീഅയിലൂടെ പുറത്തേക്ക് വന്നു. ഇൻഷാ അല്ലാഹ് ജന്നത്തുൽ ബഖീഅയിലേക്ക് അസർ നിസ്കാരത്തിന് ശേഷം പോകാം എന്ന് ഉസ്താദ് പറഞ്ഞത് ഏവർക്കും സ്വീകാര്യമായി. വീണ്ടും റൂമിലെത്തി പ്രഭാത ഭക്ഷണവും അല്പം വിശ്രമവും കഴിഞ്ഞ് ജുമാ നിസ്കാരത്തിനായി ഏവരും മസ്ജിദ് നബവിയിലേക്ക് പോയി. ജുമാ നിസ്കാരാനന്തരം ഓരോ ഭാഗത്തുമുള്ള ഓരോ പ്രവേശന കവാടവും അതിലെ പേരും കണ്ട് ആശ്ചര്യപ്പെടുകയും ഓരോ നിലയ്ക്കും പ്രത്യേകത ഉസ്താദ് വിവരിച്ചു തരികയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്ന വാതിലും ബാബു ബിലാലും ബാബു സലാമും തുടങ്ങിയവ അതിൽ ചിലതു മാത്രം. പിന്നീട് അസർ നിസ്കാരാനന്തരം എല്ലാവരും ജുമാ ആവുമ്പോഴേക്കും തന്നെ 1ാമത്തെ നമ്പർ ബസ്സിലെ യാത്രക്കാരും മദീന പള്ളിയിലേക്ക് എത്തിയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ജന്നത്തുൽ ബഖീയിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിലും മറ്റും ഒരുപാട് നേരം ദുആയോടുകൂടി നിൽക്കാറുള്ള ആ സ്വർഗ്ഗപ്പൂന്തോപ്പ്, പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രിയപുത്രി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, മക്കൾ, മറ്റു ഒരുപാട് സ്വഹാബാക്കൾ, ഇമാം മാലികി റളിയല്ലാഹു അൻഹു, വാഫിഖി തങ്ങളും അന്തിമ വിശ്രമം കൊള്ളുന്നത് അവിടെയാണെന്ന് അറിയുമ്പോൾ ആഹ്ലാദപൂരിതമാവുന്ന നിമിഷം.
ഏവർക്കും സലാം ചൊല്ലി ദുആ ചെയ്ത് അവിടെ നിന്നും മഗ്‌രിബ് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പ്രവേശിച്ചു. മഗ്‌രിബും ഇശാവും കഴിഞ്ഞ് എല്ലാവരും കൂടി തങ്ങൾക്ക് സ്വലാം ചൊല്ലിയ ശേഷം സ്വലാത്തുകളുമായി ഒരുമിച്ച് കൂടുകയും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കുമായി ദുആ ചെയ്യുകയും ചെയ്തു. അന്നേരം ഒരു സുഡാനി എല്ലാവർക്കും ചായയും ഗഹ്വ അറബികൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കാഫി ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. പിറ്റേന്ന് ശനിയാഴ്ച റബീഉൽ അവ്വൽ 12 സുബഹി നിസ്കാരവും മൗലൂദും കഴിഞ്ഞ് ചരിത്രമുറങ്ങുന്ന പുണ്യസ്ഥലങ്ങൾ കാണാനായി പുറപ്പെട്ടു. ഉഹദ് മല, ഖന്ദഖ്, മസ്ജിദ് കുബ്ബ, മസ്ജിദ് കിബിലത്തൈനി തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ. ഓരോന്നിലേക്കും പോകുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടേക്കാണ്, അതിന്റെ ചരിത്രം ഇന്നതാണ് എന്ന് പറഞ്ഞ് അമീറുമാർ വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവിടങ്ങളിൽ എത്തിയിട്ട് ചരിത്രങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചതിന് ശേഷം പ്രത്യേകമായി ദുആ ചെയ്യുമ്പോൾ മനസ്സ് അറിയാതെ കോരിത്തിരിച്ചു പോകുന്ന നിമിഷം. മദീനയിൽ മസ്ജിദ് നബവിക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച മസ്ജിദുൽ കുബ്ബ, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശനിയാഴ്ചകളിൽ നിസ്കാരത്തിനായി പോകാറുള്ള സംഭവവും ഞങ്ങളുടെ യാത്ര യാദൃശ്ചികമായി ശനിയാഴ്ച ആയതും ഒരു സൗഭാഗ്യമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഇരിക്കാറുണ്ടായിരുന്ന ഒരു കിണർ, ആ കിണർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ച ഒരു മോതിരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നഷ്ടമായി. അതിനായി ഒരുപാട് തിരച്ചിൽ നടത്തിയിട്ട് മോതിരം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചില്ല. പ്രസ്തുത കിണർ ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുന്നു. അതിന്റെ മുകളിലായി ഒരു സ്തൂപം കെട്ടി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തി. അസർ നിസ്കാരാനന്തരം മസ്ജിദ് നബവിയിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയ്ക്ക് വേണ്ടിയും തുടർന്ന് മഴ പെയ്ത് മഴ ശമനം കിട്ടാൻ വേണ്ടിയും ദുആ ചെയ്ത മസ്ജിദ് ഉമാമ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്, മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നിവയും സന്ദർശിച്ചു. പിന്നീട് നിസ്കാരാനന്തരം ഞങ്ങൾക്കെല്ലാം റൗള ഷരീഫിൽ പ്രവേശിക്കാൻ കഴിയുകയും അവിടെ 2 റക്അത്ത് നിസ്കരിക്കുവാനും ദുആ ചെയ്യുവാനും സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഞാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗപ്പൂന്തോപ്പാണ് എന്ന നബിവചനം മനസ്സിൽ സന്തോഷപുളകിതമാക്കി. പിറ്റേന്നുള്ള യാത്ര ബദറിലേക്കായിരുന്നു. അങ്ങോട്ട് ആദ്യം പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പോകാം എന്നറിഞ്ഞ് ഞങ്ങൾ യാത്രയായി. അങ്ങനെ ബദർ യുദ്ധം നടന്ന ആ പുണ്യസ്ഥലം അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങൾക്ക് വിജയം നേടിക്കൊടുത്ത ആ സ്ഥലം, യുദ്ധം ഒഴിവാക്കാനേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഉയർന്നിരിക്കുന്ന മസ്ജിദ് അരീഷ് എന്ന പള്ളിയും സന്ദർശിച്ചു. മദീനയിൽ ഉള്ളപ്പോൾ തന്നെ ഖുർആൻ പ്രസ് സന്ദർശിക്കുകയും അവിടെ നിന്ന് സന്ദർശകർക്ക് സൗജന്യമായി തന്നെ ഖുർആൻ ലഭിക്കുകയും ചെയ്തു. കേവലം 10 ദിവസം മാത്രമാണ് ഞങ്ങൾക്ക് ഉംറയ്ക്കുള്ള അനുമതി. അതിനാൽ പിറ്റേന്ന്, അതായത് ഫെബ്രുവരി 6 പ്രസ്തുത ഉംറ കർമ്മത്തിനായി മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകണം. തിങ്കളാഴ്ച ളുഹർ നിസ്കാരാനന്തരം സുന്നത്ത് നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലുകയും ചെയ്ത് സങ്കടത്താൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടുകൂടി ഞങ്ങൾ ഇനിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് എത്തുവാൻ ദുആ ചെയ്ത് മാതാപിതാക്കൾക്കും മറ്റും ദുആ ചെയ്ത് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. മദീനയിൽ നിന്നും ഉംറയ്ക്കായി പോകുന്നവരുടെ മീഖാത്തായ ദുൽഹുലൈഫയിൽ, ഇപ്പോൾ അബിയാർ അലി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 4 മണിയോടുകൂടി ഞങ്ങൾ എത്തി. അമീറുമാരുടെ മുൻ പരിചയം ഏവർക്കും ഉപകാരമായി. കാരണം ഇഹ്റാം കെട്ടിയ ശേഷം ഏകദേശം രാത്രി 12 മണിയോടുകൂടി മക്കയിൽ എത്തുകയും സുബഹിക്ക് മുമ്പ് തന്നെ ഉംറ കർമ്മം നിർവഹിക്കാൻ കഴിയും വിധമാണ് സമയക്രമീകരണം ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ സമയം ഉംറ നിർവഹിക്കാനും സാധിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം കുളിക്കുവാനും മറ്റും സൗകര്യമുള്ള മീഖാത്തായ ദുൽഹുലൈഫയിൽ നിന്ന് എല്ലാവരും ഇഹ്റാം കെട്ടി നിയ്യത്ത് വെച്ചു. ഭൗതിക ചിന്തകളെ അകറ്റി പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന തഹ്ലീലോടുകൂടി യാത്ര തുടർന്നു. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം മക്കയിൽ 12 മണിയോടെ തന്നെ എത്തിച്ചേർന്നു. എല്ലാവർക്കും ഒരുക്കിയ റൂമുകളിൽ ചെന്ന് ബാഗുകളും മറ്റും വെച്ച് 1 മണിയോടുകൂടി തന്നെ കഅബയിലേക്ക് യാത്രയായി. മസ്ജിദ് ഹറമിലേക്ക് കവാടം 1 പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഹറമിലേക്ക് പ്രവേശിച്ച് കഅബയെ പൂർണ്ണമായി കാണുന്ന സ്ഥലം എത്തിയപ്പോൾ മാത്രമാണ് കഅബയെ നോക്കിയുള്ളൂ. പ്രസ്തുത സമയം ചൊല്ലേണ്ട ദുആയും മറ്റും അമീറുമാർ ഞങ്ങൾക്ക് ചൊല്ലിത്തരുകയും ഞങ്ങൾ അത് ഏറ്റു ചൊല്ലുകയും ചെയ്തു. പിന്നീട്
റുക്മുൽ യമാനിയുടെ ഭാഗത്തുകൂടി ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയിലേക്ക് നീങ്ങി ഉംറ കർമ്മത്തിന്റെ രണ്ടാമത്തെ ഫർളായ കഅബ തവാഫിലേക്ക് പ്രവേശിച്ചു. ഓരോ തവാഫിനും പ്രത്യേക സുന്നത്തായ ദിക്റുകൾ അമീർ ചൊല്ലിത്തരുകയും എല്ലാവരും അത് ഏറ്റു ചൊല്ലുകയും ചെയ്തു. പ്രസ്തുത തവാഫിനു ശേഷം സുന്നത്ത് നിസ്കാരവും സംസം വെള്ളവും കുടിച്ച് സഫാ മർവ സഹയിലേക്കായി നീങ്ങി. സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദാഹജലത്തിനായി 7 പ്രാവശ്യം ഓടിയതിനെ ഓർമ്മിപ്പിക്കുവാനായി അല്ലാഹു തആല നിർബന്ധമാക്കിയ സഅയ്. അങ്ങനെ സഅയും അവസാനിപ്പിച്ച് മുടിയും നീക്കിയവരുടെ ഉംറയിൽ നിന്ന് എല്ലാവരും വിടവാങ്ങി. അൽഹംദുലില്ലാഹ്. സഅയിലും സഫയിലും മർവയിലും പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും അമീറുമാർ നിർവഹിച്ചു തന്നിരുന്നു. സുബഹിക്ക് മുമ്പ് തന്നെ ഉംറയിൽ നിന്ന് വിടവാങ്ങിയ ഞങ്ങൾ കഅബയുടെ ചാരത്തായി നിസ്കാരത്തിനായി ഇടം കണ്ടെത്തി. പ്രസ്തുത തവാഫിൽ ഹജറുൽ അസ്വദ് ചുംബിക്കുവാനോ മക്കാം ഇബ്രാഹിമിന്റെ ഇടയിൽ വെച്ച് നിസ്കരിക്കുവാനോ സാധിക്കാതെ പോയത് പിന്നീട് സമയം കണ്ടെത്തി ഞങ്ങൾ നേടിയെടുത്തു. അൽഹംദുലില്ലാഹ്. സുബഹി നിസ്കാരാനന്തരം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ളുഹർ സമയം വരെ ആവശ്യക്കാർക്ക് വിശ്രമത്തിനായി അമീറുമായ സമയം നൽകി. അസറിന് ശേഷം മക്കയിലെ പ്രസ്തുത ഖബർസ്ഥാൻ, ജന്നത്തുൽ മഹല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന വീട്, ജിന്നുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദർസ് എടുത്തു കൊടുത്ത സ്ഥലം, മസ്ജിദ് തുടങ്ങിയവ സന്ദർശിച്ചു. ഇശാ നിസ്കാരാനന്തരം വീണ്ടും ഉംറ ചെയ്യേണ്ടവരുടെ കൂടെ ഞാനും അടുത്ത മീഖാത്തായ തൻഈം എന്ന മസ്ജിദ് ആയിഷയിലേക്ക് പോയി. തുടർന്ന് ഇഹ്റാം കെട്ടി ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ കഅബയുടെ ചുറ്റും തിരക്കിന് സ്വൽപ്പം കുറവ് വന്നിരുന്നു. രാത്രി 12:30 കഅബയുടെ സ്വർണ്ണപ്പാത്തിയുടെ താഴെയായി കില്ല പിടിച്ച് ദുആ ചെയ്യുവാനും ഹജറുൽ അസ്വദ് ചുംബിക്കുവാനും ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പിറ്റേന്ന് എല്ലാവരും കൂടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തോടെ ഏകാഗ്രരായി ഇരിക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിന്റെ ആദ്യാക്ഷരം അവതരിപ്പിക്കുകയും ചെയ്ത ജബൽ നൂർ സന്ദർശിക്കാൻ പോയി. ഹിറാ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവും വെള്ളവുമായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പോകാറുള്ള സംഭവം ഓർമ്മയിലെത്തി. പ്രസ്തുത മല ഞങ്ങളെല്ലാവരും കയറുവാൻ തുടങ്ങി. ഞങ്ങളിൽ പ്രായമുള്ളവർ ആവുന്നത്രയും കയറാം എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു. ആവശ്യത്തിന് വെള്ളം എല്ലാവരും കരുതിയിരുന്നു. ഇപ്പോൾ ആ മലയിൽ പടികൾ ഉണ്ട്. അങ്ങനെ നടന്ന് കുറച്ചു നേരം ഇരിക്കും, വീണ്ടും കയറുകയും ചെയ്യും. കയ്യിൽ കരുതിയ വെള്ളവും തീർന്നു. അവിടെയും മലയ്ക്ക് മുകളിലും ചില ഭാഗങ്ങളിൽ ഇരിപ്പിടം ഒരുക്കി പാകിസ്ഥാനികൾ കടകൾ ഇട്ടിട്ടുണ്ട്. താഴെ 1 റിയാൽ, അന്നത്തെ റേറ്റാണ് കേട്ടോ, 1 റിയാൽ വിലയുള്ള വെള്ളത്തിന് മുകളിൽ എത്തുമ്പോഴും 2 റിയാല് 4 റിയാല് എന്ന രീതിയിൽ കൂടി വരുന്നുണ്ട്. എന്നാലും ആ നേരം ലഭിക്കുന്ന വെള്ളത്തിന് വയർ നിറയെ ഭക്ഷണം കഴിച്ചാൽ ലഭിക്കുന്നതിനേക്കാൾ ആശ്വാസമാണ്. ഞങ്ങളെ കൂടാതെ ഇറാനികളും പാകിസ്ഥാനികളും മറ്റു ഇതര രാജ്യക്കാരുമുണ്ട്. അവർ വിശ്രമിക്കാതെ ഒരേപോലെ മല കയറുന്നത് കണ്ട് ഞങ്ങൾ നെടുവീർപ്പിട്ടു. ഏകദേശം 1.5 മണിക്കൂർ നേരം കൊണ്ട് ഞങ്ങൾ ജബൽ നൂർ ഹിറാ ഗുഹയിൽ എത്തി. കൂടെ ഉണ്ടായിരുന്ന പ്രായമായവരും ഇനി ഒരു അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ് ഹിറാ ഗുഹയിലേക്ക് ഒപ്പം എത്തിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവും വെള്ളവുമായി ഈ ഗുഹയിലേക്കാണ് വരാറുള്ള സംഭവം. ഇന്നത്തെ പോലെ ചവിട്ടുപടി പോലും ഇല്ലാത്ത പഴയകാല ചിത്രവും മനസ്സിൽ തെളിഞ്ഞു വന്നു. ചെറിയ ഒരു ഗുഹ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്ന കല്ല്, ഇന്നും ചരിത്രമായി നിലകൊള്ളുന്ന ജബൽ നൂർ. അവിടെ ഇരുന്ന് മങ്കൂസ് മൗലൂദ് ചൊല്ലി ദുആ ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. ശേഷം അറഫ, മിന, മുസ്ദലിഫ, ജംറ തുടങ്ങിയ സ്ഥലങ്ങൾ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മ സന്ദർശിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ യാത്രയായത് ജബൽ സൗർ സന്ദർശനത്തിനായിരുന്നു. ശത്രുക്കളുടെ കൊടിയ പീഡനം സഹിക്കാൻ വയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഒളിച്ചിരുന്ന ഗുഹ. ജബൽ നൂറിനേക്കാൾ ഉയരം കൂടിയ ജബൽ സൗർ. അതിൽ 2.5 മണിക്കൂർ നടന്ന് മുകളിലെത്തി. പാറകൾ പരസ്പരം ചാരിയതുപോലെ ഒരാൾക്ക് കഷ്ടിച്ച് നുഴഞ്ഞു പോകാവുന്ന സൗർ എന്ന ഗുഹ ഞങ്ങളും പ്രവേശിച്ചു. നിവർന്ന് ഇരിക്കാനോ നേരെ കിടക്കാൻ പോലും പറ്റാത്ത ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ദിവസങ്ങൾ താമസിച്ചത് അമീർ ഓർമ്മിപ്പിച്ചു. ശത്രുസൈന്യം ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയെ,
അവർ നമ്മെ പിടികൂടും, നമ്മളെ അവർ കാണും നബിയെ എന്ന് പറയുകയും പ്രസ്തുത ഗുഹയുടെ മുമ്പിൽ ശത്രുസൈന്യം ചിലന്തി വലയും കിളിയുടെ മുട്ടയും കണ്ടപ്പോൾ തിരിച്ചു പോവുകയും ചെയ്ത സംഭവങ്ങൾ ഞങ്ങൾക്ക് അമീറുമാർ ഓർമ്മിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ എല്ലാ തൂണുകളും അടയ്ക്കുകയും ഒരു തൂൺ അടയ്ക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല ചായ്ച്ചു കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദ്വാരം കാലുകൊണ്ട് അടച്ച വിവരങ്ങൾ എല്ലാം അമീർമാർ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. തദവസരം ദുബായ് ICFന്റെ കീഴിൽ ഉംറയ്ക്ക് വന്നവരും അവിടെ എത്തിയിരുന്നു. ഞങ്ങളും അവരും കൂടി അവിടെ ഇരുന്ന് ബുർദയും മൗലൂദുകളും ആരംഭിച്ചു. അവിടെ സന്ദർശകരായി എത്തിയ അന്യദേശ രാജ്യക്കാരും അതിൽ പങ്കാളികളായി. ഫെബ്രുവരി 10 വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ വർത്തമാനകാലത്തുള്ള മെട്രോ ട്രെയിനും ക്ലോക്ക് ടവറും അവിസ്മരണീയം തന്നെ. ഏവരും ലഗേജും വസ്ത്രങ്ങളുമായി ശരിയാക്കി വെച്ച് ജുമാ നിസ്കാരത്തിനായി ഹറം പള്ളിയിലേക്ക് പ്രവേശിച്ചു. ജുമാ നിസ്കാര ശേഷം വീണ്ടും ഞങ്ങളെ ഇവിടേക്ക് എത്തിക്കുവാനും മാതാപിതാക്കൾക്കും വരാൻ ആഗ്രഹിച്ചു കഴിയുന്നവർക്കും എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനും ദുആ ചെയ്യുമ്പോൾ ദുഃഖത്താൽ വിതുമ്പിയിരുന്ന നിമിഷം. ശേഷം ഇതായിന്റെ തവാഫ് ആരംഭിച്ചു. മുൻ തവാഫുകളെ അപേക്ഷിച്ച് വളരെ പതുക്കെയാണ് ഈ തവാഫ് അനുഭവപ്പെട്ടത്. സുന്നത്ത് നിസ്കാരവും തവാഫിന് ശേഷവും നേരെ റൂമിലേക്ക് ലഗേജുകൾ എടുത്ത് കുവൈത്തിലേക്കായി യാത്ര പുറപ്പെട്ടു. ഫെബ്രുവരി 11 കുവൈത്തിൽ തിരിച്ചെത്തിയതോടുകൂടി ഉംറ യാത്രയ്ക്ക് വിരാമമായി. അല്ലാഹു സുബ്ഹാനഹു തആല ഏവർക്കും ഉംറയും ഹജ്ജും ചെയ്യുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്തവർക്ക് വീണ്ടും ചെയ്യുവാനും ചെയ്ത ഉംറയും ഹജ്ജും അല്ലാഹു സ്വീകരിക്കുവാനും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഇത് യാത്രാ വിവരണത്തിൽ എന്തെങ്കിലും പാളിച്ചകളെല്ലാം വറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ വിവരക്കേട് കൊണ്ടാണ് എന്ന ഒരു സത്യാവസ്ഥയോടുകൂടി നിങ്ങളെ പൊറുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.